രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ചുകൊണ്ടായിരുന്നു നടൻ വിജയുടെ രാഷ്ട്രീയ പ്രവേശനം. തമിഴ് രാഷ്ട്രീയത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള പാർട്ടിയായി തമിഴക വെട്രി കഴകം മാറി എന്ന് പറയാവുന്ന സമയത്തായിരുന്നു കരൂരിൽ വിജയുടെ റാലിക്കിടെയുണ്ടായ അപകടം. 41ഓളം പേർ മരണമടഞ്ഞ ദുരന്തത്തിൽ വിജയ് ഒന്ന് പതറിയിരുന്നു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെ ഉണ്ടായ ഈ സംഭവത്തെ മറികടക്കാൻ വിജയുടെ പാർട്ടി ADMKയുമായി യോജിച്ചു പോകുമെന്ന തരത്തിലുള്ള വാർത്തകൾ സജീവമായിരുന്നു. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എടപ്പാടി പളനിസ്വാമി നയിക്കുന്ന ADMK BJP സഖ്യത്തിന്റെ ഭാഗമാകുമെന്ന അഭ്യൂഹങ്ങൾക്ക് ഒറ്റ വാക്കിൽ മറുപടി നൽകിയിരിക്കുകയാണ് തമിഴക വെട്രി കഴകം. സഖ്യമില്ല, മത്സരം ഒറ്റയ്ക്ക് തന്നെ. ഇതോടെ DMKയെ താഴെ ഇറക്കാൻ കരുത്തുറ്റ ഒരു പ്രതിപക്ഷ സഖ്യം സ്വപ്നം കണ്ടിരുന്ന എടപ്പാടിയുടെ പ്രതീക്ഷകൾക്ക് കനത്ത തിരിച്ചടിയായിരുന്നു ഈ മറുപടി. വിജയുടെ ഈ നീക്കം തമിഴക രാഷ്ട്രീയത്തെ ഒരു നിർണായക ത്രികോണ മത്സരത്തിലേക്ക് വീണ്ടും തള്ളിവിട്ടിരിക്കുകയാണ്. ADMK റാലിയിൽ പ്രവർത്തകർക്കിടയിൽ നിന്നും ഉയർന്ന TVKയുടെ പതാകകൾ ചൂണ്ടിക്കാട്ടി എടപ്പാടി പളനിസ്വാമി നടത്തിയ പ്രസംഗമാണ് പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തിരികൊളുത്തിയത്. വിപ്ലവത്തിന്റെ തുടക്കമാണിത്, ഇതൊരു ശുഭസൂചനയാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ അതൊരു സഖ്യസൂചനയായി കണ്ടിരുന്നു. എങ്ങനെയെങ്കിലും DMK വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുന്നത് തടഞ്ഞ് അധികാരം തിരിച്ചുപിടിക്കാൻ വെമ്പുന്ന ADMKയ്ക്ക് വിജയുടെ താരപരിവേഷവും ജനപിന്തുണയും ഒരുപോലെ തന്നെ ആവശ്യമായിരുന്നു. എന്നാൽ എടപ്പാടിയുടെ ഈ ആഗ്രഹ പ്രകടനത്തിന് മണിക്കൂറുകളുടെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല. TVK നേതൃത്വം ഉടൻ തന്നെ രംഗത്തെത്തി റാലിയിൽ കണ്ടത് തങ്ങളുടെ പ്രവർത്തകരെ അല്ലെന്നും ADMK പ്രവർത്തകർ തന്നെ തങ്ങളുടെ പതാക ഉപയോഗിച്ച് ഒരു സഖ്യപ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും TVK തുറന്നടിച്ചു. ഇത് BJPയുമായും ADMKയുമായും ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ ബന്ധത്തിന് തയ്യാറല്ലെന്ന വിജയുടെ ശക്തമായ പ്രഖ്യാപനം കൂടിയായിരുന്നു അത്. കരൂരിൽ TVK റാലിക്കിടയിൽ ഉണ്ടായ ദാരുണമായ തിക്കിലും തിരക്കിലും വിട്ട് 41 പേർ മരിച്ച സംഭവം വിജയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവായിരിക്കുന്നു. ഈ ദുരന്തം പുതുതായി രൂപീകരിച്ച പാർട്ടിയുടെ സംഘടനാപരമായ ബലഹീനതകളും പരിചയസമ്പന്നരായ നേതാക്കളുടെ അഭാവവും ശരിക്കും തുറന്നു കാട്ടുന്നതായിരുന്നു. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വിജയ് രാഷ്ട്രീയമായി ഒറ്റപ്പെടുമെന്നും ഒരു സഖ്യത്തിന് നിർബന്ധിതരാകുമെന്നും പലരും കണക്ക് കൂട്ടി. ഈ അവസരം മുതലെടുക്കാനാണ് ADMKയും BJPയും ഒരുപോലെ ശ്രമിച്ചത്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ EPS വിജയുമായി ഫോണിൽ സംസാരിച്ചതായും അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതായും ഈ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ ആ പ്രതിസന്ധിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് പാർട്ടിയെ കൂടുതൽ കെട്ടുറപ്പുള്ളതാക്കി ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് വിജയ് തീരുമാനിച്ചിരിക്കുന്നത്. BJPയെ തന്റെ പ്രത്യയശാസ്ത്ര ശത്രുവായിട്ടാണ് വിജയ് കാണുന്നത്. തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ BJPയുമായി കൈകോർക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് വിജയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും നഷ്ടപ്പെടാനും തന്റെ മതേതര പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടാനും സാധ്യത ഉള്ളതുകൊണ്ടാണ് വിജയ് ആ സഖ്യത്തിന് തയ്യാറാകാത്തത്. അതേസമയം DMKയെ തന്റെ രാഷ്ട്രീയ ശത്രുവായും അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. കക്ഷിക്കെതിരായ ജനവികാരം മുതലെടുത്ത് ഒരു പുതിയ ബദലായി സ്വയം തന്നെ അവതരിപ്പിക്കാനാണ് വിജയുടെ നിലവിലെ ശ്രമം. MGRനെയും ഒരു പരിധിവരെ ജയലളിതയെയും പോലെ സിനിമയിലെ താരപരിവേഷം നേരിട്ട് വോട്ടാക്കി മാറ്റി ഒരു പാർട്ടിയുടെയും തണലില്ലാതെ അധികാരത്തിലെത്തുക എന്നതാണ് വിജയുടെ ആത്യന്തിക ലക്ഷ്യം. TVKയുടെ ഈ ഉറച്ച തീരുമാനത്തോടെ 2026 തമിഴ്നാട് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ശക്തമായ ഒരു ത്രികോണ മത്സരത്തിനായിരിക്കും. ഒരു വശത്ത് സ്റ്റാലിൻ നയിക്കുന്ന DMKയും സഖ്യകക്ഷികളും, മറുവശത്ത് BJP ഉൾപ്പെടുന്ന NDA, മൂന്നാമതായി വിജയുടെ TVK. എങ്ങനെയാകും തമിഴ്നാട് രാഷ്ട്രീയം മുന്നോട്ട് പോവുക എന്ന് കാത്തിരുന്ന് തന്നെ കാണാം.